നമ്മുടെ സുക്കിനി ചെടികളാണ്. വിദേശ രാജ്യങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇത് കൂസ എന്ന പേരിൽ ജനപ്രിയമാണ്. ഇന്ന് രാവിലെ നമ്മുടെ കൃഷിയിടത്തിൽ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു ചെടി വാടി നിൽക്കുന്നുണ്ട്. നമ്മൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൃഷി ചെയ്യുന്ന കാർഷിക വിളകൾ വാടി നിൽക്കുന്നത് ഏറെ പ്രയാസകരമാണ്. അപ്പോൾ ഞാൻ ഈ ചെടിയെ ഒന്ന് ചുവടോടെ പിഴുതെടുത്ത് നോക്കുകയാണ്. നമുക്ക് ഇങ്ങനെ വാടി നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അതിന്റെ ചുവട് അഴുകിയിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമ്മുടെ ചെടികളുടെ വേരുപടലങ്ങളെല്ലാം മണ്ണുമായി ചേരുന്ന ഭാഗം അഴുകിയിട്ടുണ്ട്. അഴുകൽ രോഗങ്ങൾ നമ്മുടെ കൃഷിയിടത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ഒരു കുമിൾനാശിനി നമ്മൾ ചെടികളുടെ ചുവട്ടിൽ കൊടുക്കണം. ഈ ചെടി നിലവിൽ ഡെഡായി കഴിഞ്ഞു. ഇതിനെ ഇനി ചികിത്സിച്ച് ഭേദമാക്കി എടുക്കുക എന്നത് പ്രയാസകരമാണ്. നമുക്ക് നിലവിൽ നന്നായിട്ട് നിൽക്കുന്ന ചെടികളുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് സംരക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് കോപ്പർ ഓക്സി ക്ലോറൈഡോ സാഫോ ഒരു 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇതിന്റെ വേരുപടലങ്ങൾ നന്നായിട്ട് നനയത്തക്ക തരത്തിൽ ഇതിന്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം. വിത്തുകൾ നടുന്ന സമയത്ത് തന്നെ നമ്മൾ വിത്ത് പരിചരണം നടത്തണം. സ്യൂഡോമോണസ് ലായനിയിൽ മുക്കി വച്ച ശേഷം നമ്മൾ നടുന്നതായിരിക്കും ബെറ്റർ. ഒപ്പം തന്നെ ട്രൈക്കോഡർമയിൽ സമ്പുഷ്ടീകരിച്ച് ചാണകം അടിവളമായി കൊടുത്താലും ഇത്തരത്തിലുള്ള അഴുകൽ രോഗങ്ങളെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും.